നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിൽ CPM നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി കേരളത്തിലെ ഏറ്റവും പ്രബല സമുദായങ്ങളിൽ ഒന്നായ മുസ്ലിം സമൂഹം പൂർണ്ണമായും ഈ സർക്കാരിനെ, ഈ പാർട്ടിയെ വെറുക്കുന്നു എന്നതാണ്. അവർ ചോദിച്ചു വാങ്ങിയ പണിയാണ്. ബോധപൂർവമായ മുസ്ലിം വിരുദ്ധ പ്രചരണം നടത്തിയത് BJP അവരുടെ കോർ ഹിന്ദു വോട്ടുകൾ അടിച്ചു മാറ്റുന്നെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ്. ഈ തിരിച്ചറിവ് CPMനുണ്ടായത് കണ്ണൂർ ഭാഗങ്ങളിലെ തീയന്മാർ കൂട്ടത്തോടുകൂടി പാർട്ടി വിട്ടു പോയപ്പോഴാണ്. കണ്ണൂരിലെ തീയന്മാരായിരുന്നു പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചിരുന്ന യഥാർത്ഥ പാർട്ടി അടിമകൾ. പാർട്ടി ഗ്രാമങ്ങൾ എന്ന സങ്കല്പം പോലും സൃഷ്ടിച്ചെടുത്തത് തീയ വിഭാഗത്തിൻ്റെ പിന്തുണയിലാണ്. അവർക്ക് വിവേകമുണ്ടാവുന്നു, അങ്ങനെ അവർ പടിപടിയായി പാർട്ടി വിട്ടുപോകുന്നു എന്ന് കണ്ടതോടെ, കണ്ണൂരിലെ ക്ഷേത്രങ്ങളുടെ മേലുള്ള പിടി CPMന് നഷ്ടപ്പെട്ടതോടെ പാർട്ടിയുടെ കോർ വോട്ട് ബാങ്കുകൾ ഒലിച്ചു പോവാതിരിക്കാനാണ് പൊടുന്നനെ ഒരു ഹിന്ദു സ്നേഹമുണ്ടായതും മുസ്ലിം വിരോധമുണ്ടായതും. ഇത് പക്ഷേ CPMനെ തിരിഞ്ഞുകുത്തി. മുസ്ലിം വോട്ടുകൾ അപ്പാടെ CPMന് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ CPMന് ഇക്കുറി വലിയ പരാജയമുണ്ടായേക്കും എന്ന റിപ്പോർട്ടുണ്ട്. ഈ മുസ്ലിം വോട്ടുകൾ കുറച്ചെങ്കിലും പിടിച്ചു നിർത്താൻ ഇടയ്ക്ക് ചില പൊടിക്കൈ പ്രയോഗങ്ങൾ നടത്താൻ ഇവർ ശ്രമിക്കുമായിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അവർക്കങ്ങനെ വീണ് കിട്ടിയ ഒരു സുവർണാവസരമായിരുന്നു വൈറൽ സുന്ദരിയുടെ കല്യാണം. പലപ്പോഴും നമുക്ക് നമ്മുടെ സമൂഹത്തോട് നാണം തോന്നുന്നത്, നമ്മുടെ ഈ ചാനലുകൾ നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു ഗതികേടിനെക്കുറിച്ച് നമുക്ക് സഹതാപം തോന്നുന്നത് വൈറൽ സുന്ദരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. ഇഷ്ടംപോലെ നല്ല വാർത്തകൾ, വികസന വാർത്തകൾ, അഴിമതി വാർത്തകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും നമ്മുടെ ചാനലുകൾക്ക് പലപ്പോഴും താല്പര്യം പൈങ്കിളി വാർത്തകളിലാണ്. ഒരു സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ കിട്ടിയാൽ അവർ അത് പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കും. കാരണം ഞരമ്പന്മാരുടെ ഒരു വലിയ സമൂഹം നമ്മുടെ ചുറ്റുമുള്ളതുകൊണ്ട് അവർക്ക് ഓടി വന്ന് അതിൻ്റെ മുമ്പിലിരിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഈ സൗന്ദര്യത്തെ ഒരു ഘടകമാക്കി കരുതി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സൗന്ദര്യമുള്ളൊരു പെണ്ണ് ഒരു ക്രിമിനൽ കേസിൽ വന്ന് പെട്ടാൽ എന്താണ് അവസ്ഥ എന്ന് നമുക്കൊക്കെ അറിയാം. ഇതിൻ്റെ തുടർച്ച തന്നെയാണ് മധ്യപ്രദേശിൽ നിന്നും നാടോടിയായ ഒരു സ്ത്രീ കുംഭമേള നടക്കുന്ന ഉത്തർപ്രദേശിൽ കുപ്പിവള കച്ചവടത്തിനെത്തിയപ്പോൾ നമ്മൾ ചാടിപ്പിടിച്ചത്. അവളുടെ തിളങ്ങുന്ന കണ്ണുകളും നാണം കുടുങ്ങിയ ചിരിയുമാണ് നമ്മുടെ ചാനലുകൾക്കും പത്രങ്ങൾക്കും അവളൊരു ആവേശ നായികയായി മാറിയത്. അങ്ങനെ കേരളത്തിലെ ചാനലുകളും പത്രങ്ങളും ഈ വൈറൽ സുന്ദരിയെ അങ്ങ് വല്ലാതെ ആഘോഷിച്ചു. ഇത്തരത്തിൽ എന്തുടായ്പ് കിട്ടിയാലും ചാടിപ്പിടിക്കുന്ന ബോബി ചെമ്മണ്ണൂർ അപ്പോൾ തന്നെ ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഉദ്ഘാടകയാക്കി സമ്മാനവും കൊടുത്തു. ഇതിനിടയിൽ വൈറൽ പെൺകുട്ടിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാനും അവസരം കിട്ടി. സിനിമ അഭിനയത്തിനിടയിൽ സിനിമയുടെ സംവിധായകൻ മോശമായി പെരുമാറി എന്ന് പറയുന്ന സാഹചര്യം രൂപപ്പെടുന്നു. അതിനിടയിലാണ് കേൾക്കുന്നത് അവളുടെ ഒളിച്ചോട്ട കഥ. ഫർമാൻ ഖാൻ എന്നു പേരുള്ള പരിചയക്കാരനായ ഒരു മുസ്ലിം യുവാവ് ഈ യുവതിയുമായി ഒളിച്ചോടി സുരക്ഷിതമായി എത്തിയത് കേരളത്തിലാണ്. കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് അവളുടെ വിവാഹം നടത്തിക്കൊടുത്തു. അതെങ്ങനെ ശരിയാവും? ഒരു മുസ്ലിം യുവാവ് ഒരു ഹിന്ദു പെൺകുട്ടിയെ ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ വെച്ച് ക്ഷേത്രാചാരപ്രകാരം കല്യാണം നടത്തുമ്പോൾ അതിന് ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. അതൊക്കെ പാലിച്ചിട്ടുണ്ടോ എന്നത് വലിയ വിവാദമായി മാറുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിം വോട്ട് ഉറപ്പിക്കാൻ പറ്റിയ ഒരു പൊടിക്കൈയായി CPM സഖാക്കൾ കണ്ടതോടെ പാർട്ടി നേതാക്കൾ പെണ്ണിനെ കെട്ടിച്ചുവിടാൻ ഓടിയെത്തി. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും രാജ്യസഭാ MP ആയ AA റഹീമും തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം മന്ത്രി അപ്പൂപ്പനായ ശിവൻകുട്ടിയുമൊക്കെ ഈ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. അവർക്ക് ആശംസകൾ നേരി, റിയൽ കേരള മോഡൽ എന്ന് ഊറ്റം കൊണ്ടു. എന്നാൽ അന്ന് തന്നെ ഈ പെൺകുട്ടിയുടെ പ്രായത്തെക്കുറിച്ച് തർക്കം ഉന്നയിക്കപ്പെട്ടു. 18 വയസ്സാവാതെ നമ്മുടെ നാട്ടിൽ വിവാഹം നടത്താൻ കഴിയില്ല, പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമേ പ്രായമായുള്ളൂ എന്ന വാർത്ത അന്ന് തന്നെ പുറത്തു വരുന്നു. മാതാപിതാക്കൾ പരാതിപ്പെടുന്നു. പ്രായപൂർത്തിയാകാത്ത തൻ്റെ മകളെ ഒരുത്തൻ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നു. രേഖകൾ പരിശോധിച്ച് പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമേ ഉള്ളൂ എന്ന് പോലീസ് കണ്ടെത്തുന്നു. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. സ്വാഭാവികമായും ഈ വിവാഹം നടത്തിക്കൊടുത്ത പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും മന്ത്രി ശിവൻകുട്ടിയും AA റഹീമും ഒക്കെ ഈ കേസിൽ പ്രതികളാവുന്നു. പോലീസിൻ്റെ ഉത്തരവാദിത്തമില്ലായ്മയും ഒരു പ്രശ്നമാണ്. ഈ ഫർമാൻ എവിടെ നിന്നോ കൊണ്ടുവന്ന വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ചാണ് 18 വയസ്സായി എന്ന നിഗമനത്തിലെത്തി കല്യാണം നടത്തിക്കൊടുത്തത്. ഇത് വേണ്ടത്ര പരിശോധിക്കാൻ പോലീസിനും കഴിഞ്ഞില്ല. പോലീസ് അടക്കമുള്ളവർ പ്രതിക്കൂട്ടിലായ കേസ് ആകപ്പാട് വഷളായി മുമ്പോട്ട് പോകുന്നു. ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും തലയൂരാനുള്ള ശ്രമത്തിലാണ് CPM നടത്തുന്നത്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ഗൂഢാലോചന നടത്തി ഒരു അന്യമതക്കാരന് വിവാഹം നടത്തിക്കൊടുത്തു എന്നത് മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലുമൊക്കെ വലിയ വാർത്തയാണ്. കേരളത്തിലെ CPM സഖാക്കൾ ലവ് ജിഹാദ് സംഘടിപ്പിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവിടെ മാധ്യമങ്ങൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ഈ പെൺകുട്ടിയെ കാണാതെ പോയി എന്ന് പറയുന്ന ഒരു വാർത്ത പുറത്തു വരുന്നു. പലരും ആവേശത്തോടെ ആഘോഷമാക്കി. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഫർമാൻ ലൈവ് വന്നു എന്നായിരുന്നു വാർത്ത. പക്ഷെ അത് വ്യാജമാണെന്നും ഫർമാനെ പോലിരിക്കുന്ന മറ്റൊരാൾ നടത്തിയ അഭ്യാസമാണെന്നും വ്യക്തമായി.
ഇപ്പോഴിതാ മധ്യപ്രദേശ് പോലീസ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി കേരളത്തിലെത്തിയിരിക്കുന്നു. ഒരു വനിതാ എസ് പിയുടെ നേതൃത്വത്തിൽ ഒരു പോലീസ് സംഘം കേരളത്തിലെത്തി കേരള പോലീസിനോട് വിശദാംശങ്ങൾ തേടുന്നു. തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ വിവാഹത്തിന് കൂട്ടുനിന്നവരെ നടത്തിക്കൊടുക്കാൻ ശ്രമിച്ചവരുടെ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. ഇവരുടെ കൂട്ടുകാരൻ എന്ന് പറയുന്ന ഒരാളുടെ വിശദാംശങ്ങളാണ് ആദ്യം തേടിയത്. അവരുടെ ഫോൺ നമ്പർ പരിശോധിച്ചപ്പോൾ NGO ക്വാർട്ടേഴ്സിന് സമീപമാണെന്ന് കണ്ടെത്തി. എന്നാൽ അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ വിവാഹത്തിന് നേതൃത്വം കൊടുത്ത, സഹായം ചെയ്ത CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ അടക്കം, മന്ത്രി ശിവൻകുട്ടി അടക്കം, റഹീം അടക്കമുള്ളവരുടെ സ്റ്റേറ്റ്മെൻറ്റ് അവർക്ക് എടുക്കേണ്ടതുണ്ട്. അവരൊക്കെ പ്രതിയാവണമോ സാക്ഷിയാവണമോ എന്നത് രണ്ടാമത്തെ കാര്യം. പക്ഷേ പോക്സോ കേസിൻ്റെ അന്വേഷണവുമായി ഇവരുടെയൊക്കെ മൊഴിയെടുക്കാൻ SP-യുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ തങ്ങുകയാണ്. ഈ സംഭവം വഷളായാൽ കേരള പോലീസിനും ക്ഷീണമാണ്. അവരും ഒരു പരിധിവരെ ഇതിൽ പ്രതികളാവേണ്ട സാഹചര്യമുണ്ട്. അതൊരു പോലീസ് എങ്ങനെയെങ്കിലും തലയൂരാനുള്ള ശ്രമം നടത്തുന്നു. ഈ പെൺകുട്ടിയെ കൊണ്ടൊരു പരാതി എഴുതി വാങ്ങിച്ചിട്ടുണ്ട് പോലീസ്. പെൺകുട്ടിയെ ആരോ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാണ് കേസ്. പെൺകുട്ടിയെ മധ്യപ്രദേശ് പോലീസ് മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോയേക്കുമെന്ന ആശങ്ക മൂലമാണ് അത് തടയാൻ ഇങ്ങനൊരു പരാതി കൊടുത്തത്. ഫർമാൻ ഇതിനിടയിൽ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി സമീപിച്ചിരുന്നു. 20-ാം തീയതി വരെ തടയരുത് എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ആ ഉത്തരവ് മധ്യപ്രദേശ് പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് കേരള പോലീസ് പറയുന്നത്. ഫർമാനെ 20-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന ഹൈക്കോടതി ഉത്തരവ് മധ്യപ്രദേശ് പോലീസിന് പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല. എന്നാൽ ഇത് പോക്സോ കേസാണെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടി വരും, കൊണ്ടുപോവേണ്ടി വരും. മാത്രമല്ല, മൊഴിയെടുക്കാൻ ഒരു തടസ്സവുമില്ല. ഫർമാൻ്റെയും പെൺകുട്ടിയുടെയും മൊഴിയെടുക്കാൻ പോലീസിന് അവകാശമുണ്ട്. കാരണം ഈ കേസന്വേഷണം കോടതി തടഞ്ഞിട്ടില്ല. അന്വേഷണത്തിൻ്റെ ഭാഗമായി ഫർമാനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പെൺകുട്ടി അറസ്റ്റ് ചെയ്യാൻ വകുപ്പില്ല. കാരണം പെൺകുട്ടി ഇരയാണ്, പെൺകുട്ടി പ്രതിയല്ല, അത്തരമൊരു സാധ്യതയുമില്ല. പക്ഷേ പെൺകുട്ടിയെ മാതാപിതാക്കളുടെ നിർദ്ദേശപ്രകാരം മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോയേക്കും എന്ന റിപ്പോർട്ടുണ്ട്. ഇവിടെ ഏറ്റവും നിർണായകമായിരിക്കുന്നത് പാർട്ടി നേതാക്കളുടെ റോളാണ്. ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് വിവാഹം നടത്തി എന്ന പോക്സോ കേസിൽ തീർച്ചയായും പാർട്ടി സെക്രട്ടറിയും മന്ത്രിയും MP-യും ഒക്കെ ഉത്തരം പറയേണ്ടി വരും. ഇവരുടെ മൊഴിയെടുക്കാൻ മധ്യപ്രദേശ് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പരമാവധി ഉഴപ്പാനും തടിതപ്പാനുമുള്ള നീക്കത്തിലാണ് കേരള പോലീസ്. എന്തായാലും ഈ കേരള സ്റ്റോറി കേരളത്തിനാകപ്പാടെ നാണക്കേടായി. ഉത്തരേന്ത്യയിലെ മാധ്യമങ്ങളിലെല്ലാം ഈ ചീറ്റിപ്പോയ കേരള സ്റ്റോറിയുടെ നിറം പിടിപ്പിച്ച കഥകൾ വന്നുകൊണ്ടിരിക്കുന്നു.